പ്രിയമുള്ള കുട്ടികളെ, അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൻ്റെ 8ാമത്തെ പാർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലം മൊളസ്കായെക്കുറിച്ചും അതുപോലെ തന്നെ ഫൈലം എക്കൈനോഡെർമേറ്റയെക്കുറിച്ചുമാണ്. ആദ്യമായി ഫൈലം മൊളസ്കയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. സോഫ്റ്റ് ബോഡീഡ് അനിമൽസ് എന്ന പേരിലാണ് ഫൈലം മൊളസ്കയിലെ അനിമൽസിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ദിസ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് അനിമൽ ഫൈലം. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് പഠിച്ച ഫൈലമായിരുന്നു ലാർജസ്റ്റ് ഫൈലം എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ഏതായിരുന്നു? ആർത്രോപോഡയായിരുന്നു നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഫൈലം. അതാണ് ലാർജസ്റ്റ് ഫൈലം. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് അനിമൽ ഫൈലം എന്നറിയപ്പെടുന്നത് ഫൈലം മൊളസ്കയാണ്. സോഫ്റ്റ് ബോഡീഡ് അനിമൽസാണ്. ആ ഫൈലത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റ് ഫൈലങ്ങൾ പഠിച്ചതുപോലെ തന്നെ ഇവയുടെയും ഫൈലം മൊളസ്കയുടെ ജനറൽ ക്യാരക്ടേഴ്സിലേക്ക് പോവുകയാണ്. ആദ്യം ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇവിടെ ഗ്രേഡ്സ് എന്ന് പറയുമ്പോൾ ഓർഗൻ സിസ്റ്റം ലെവലാണ്. സിമട്രി ബൈലാറ്ററൽ സിമട്രിയാണ്. ബൈലാറ്ററൽ സിമട്രി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്. പിന്നെ ജേം ലേയേഴ്സ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ എക്ടോഡോം, മിഡിൽ മീസോഡോം, ഇന്നർ എൻഡോഡോം, ഇങ്ങനെയുള്ള ജേം ലേയേഴ്സ് ഉള്ളവരെയാണ് നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സീലോമത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സീലോമേറ്റാണ്. ഇപ്പോൾ സീലോം ഉള്ളവരാണ്, ട്രൂ സീലോമേറ്റാണ്. പിന്നെ ഹാബിറ്റാറ്റുമാണ്. ഇപ്പോൾ എവിടെ കാണപ്പെടുമെന്നുള്ളതാണ്. ഇപ്പോൾ അക്വാട്ടിക്കാണ്. അപ്പോൾ അക്വാട്ടിക് എന്ന് പറയുമ്പോഴത്തേക്കും അത് മറൈനും ആകാം, ഫ്രഷ് വാട്ടറും ആകാം. സമുദ്രത്തിൽ ജീവിക്കുന്നവയും ഉണ്ട്, ഫ്രഷ് വാട്ടർ കാണപ്പെടുന്നവയും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലർ ടെറസ്ട്രിയലുമാണ്. കരയിൽ ജീവിക്കുന്ന വിഭാഗത്തിലുള്ള മൊളസ്കയും ഉണ്ട്. അപ്പോൾ ഇതാണ് ഹാബിറ്റാറ്റും. അക്വാട്ടിക്കാണ്. അത് മറൈനോ ഫ്രഷ് വാട്ടറും ആകാം. അതുപോലെ തന്നെ ഫ്യൂ ആർ ടെറസ്ട്രിയൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ പ്രധാനമായും. ഇനി നമ്മൾ മറ്റു ചില ക്യാരക്ടേഴ്സിലേക്ക് പോവുകയാണ്. ആദ്യം ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. ഇപ്പോൾ 2 ടൈപ്പ് ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ പഠിച്ചതാണ്, ഇൻകംപ്ലീറ്റും കംപ്ലീറ്റും. അപ്പോൾ ഇവർക്ക് കംപ്ലീറ്റ് ടൈപ്പ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണുള്ളത്. അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റം ഗിൽസ് ഇൻ അക്വാട്ടിക് ഫോംസ് ആണ്, പൾമണറി സാക്ക് ഇൻ ടെറസ്ട്രിയൽ ഫോംസ്. അപ്പോൾ അക്വാട്ടിക് ആയിട്ടുള്ള ജീവികൾ ഇതിനകത്ത് വരുന്നുണ്ട്, വെള്ളത്തിൽ ജീവിക്കുന്നവർ. അവർക്ക് എന്തായാലും റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഗിൽസാണ്. പക്ഷേ കരയിൽ ജീവിക്കുന്നവർക്ക് പൾമണറി സാക്ക് എന്ന് പറയുന്ന ഓർഗൻസാണ് കാണപ്പെടുന്നത് ശ്വസനത്തിന് വേണ്ടി. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പാണ്. അപ്പോൾ ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. റീപ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഡയീഷ്യസ് ആണ്. ഡയീഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? സെക്സസ് ആർ സെപ്പറേറ്റ്. മെയിലും ഫീമെയിലും വേറെ വേറെയാണ്. അതുപോലെ ഒവീപാരസ് ആണ്. ഒവീപാരസ് നിങ്ങൾക്കറിയാം എന്താണ്? എഗ് ലേയിങ് അനിമൽസ് ആണ്, മുട്ടയിടുന്നവരാണ്. പിന്നെ ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ഉള്ളവരുമുണ്ട്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസും ഈ ഫൈലത്തിൽ വരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് യുണീക്ക് ഫീച്ചേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏതൊരു അനിമൽ കിങ്ഡത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കുന്ന ഓരോ ഫൈലത്തിലും അവയുടെ യുണീക്ക് ഫീച്ചേഴ്സിന് വളരെ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഇവിടെ ബോഡിയെക്കുറിച്ച് പറയുകയാണ് മൊളസ്കയുടെ. ബോഡി ഹാസ് ഹെഡ്, വിസറൽ മാസ് ഈസ് അതർവൈസ് നോൺ ആസ് വിസറൽ ഹംബ് ആൻഡ് മസ്കുലാർ ഫൂട്ട്. അപ്പോൾ അവിടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗങ്ങളാണ്? ഹെഡുണ്ട്, പിന്നെ വിസറൽ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നു. വിസറൽ മാസ്, അതിന് മറ്റൊരു പേര് കൊടുത്തിട്ടുണ്ട് വിസറൽ ഹംബ്. അപ്പോൾ അവയുടെ ശരീരഭാഗങ്ങൾ, ഓർഗൻസ് എല്ലാം ഉൾക്കൊള്ളുന്ന ബോഡി ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? വിസറൽ മാസ് അഥവാ വിസറൽ ഹംബ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മസ്കുലാർ ഫൂട്ടുമുണ്ട്. അതൊരു ഡിഗിങ് ഓർഗനാണ്. ഹോൾസ്, മാളങ്ങളൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഓർഗനാണ്. ലോക്കോമോഷനും ഒക്കെ സഹായകരമാണ് മസ്കുലാർ ഫൂട്ട്. പിന്നെ ഹെഡ് ഹാസ് സെൻസറി ടെൻഡക്കിൾസ്. അതതിൻ്റെ സെൻസറി ഓർഗനാണ്, സെൻസറി ടെൻഡക്കിൾസ്.
അപ്പം ചുറ്റുപാടും ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനാണ് ഇത് സെൻസറി ടെൻഡക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ കാൽക്കേരിയസ് ഷെല്ല് ഉണ്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം. ഈ കക്ക അതേപോലുള്ള ഒക്കെ ശംഖ് അപ്പോഴുള്ള അതേപോലുള്ള അതെല്ലാം ഈ ഫൈലത്തിൽ വരുന്ന ജീവികളാണ്. അപ്പോൾ അവയുടെയൊക്കെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്തോ കാണാൻ കഴിയും, കാൽസ്യം കാൽക്കേരിയസ് ഷെല്ല് പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന യുണീക്ക് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ബോഡിക്ക് ഹെഡ്, വിസറൽ മാസ് അഥവാ വിസറൽ ഹമ്പുണ്ട്, മസ്കുലാർ ഫൂട്ട്, ഹെഡ് എന്തുകൊണ്ട് സെൻസറി ടെൻഡക്കിൾസ് അതാണ് അതിൻ്റെ സെൻസറി ഓർഗൻ, പിന്നെ കാൽക്കേരിയസ് ഷെല്ല് കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. ഈ ഫൈലത്തിൻ്റെ മറ്റു ചില യുണീക്ക് ഫീച്ചേഴ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഫെദർ ലൈക്ക് ഗിൽസ് ഫോർ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. അപ്പോൾ റെസ്പിറേഷനും എക്സ്ക്രീഷനും സഹായകമായിട്ടുള്ള അതിൻ്റെ ഓർഗൻസിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫെദർ ഗിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അതൊക്കെ എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എക്സ്ക്രീഷനും അതുപോലെ തന്നെ റെസ്പിറേഷനും സഹായകമായിട്ടുള്ള ഓർഗനാണ് ഏത്? ഫെദർ ഗിൽസ്. ഓർമ്മയിരിക്കണം. മറ്റ് രണ്ട് യുണീക്ക് ഫീച്ചേഴ്സാണ് മാൻഡിൽ ആൻഡ് റാഡുല ആർ സി. അപ്പോൾ മാൻഡിൽ എന്താണെന്ന് നമുക്കറിയണം. ദറ്റ് ഇസ് അതർവൈസ് നോൺ ആസ് പാലിയ, ദ മെംബ്രെയിൻ വിച്ച് കവേഴ്സ് വിസറൽ മാസ്. അപ്പോൾ വിസറൽ മാസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, വിസറൽ ഹമ്പ്. അപ്പോൾ അതിൻ്റെ ബോഡിയാണ്, ബോഡി പ്രധാനപ്പെട്ട ഓർഗൻസ് എല്ലാം ഉൾക്കൊള്ളുന്ന അതിൻ്റെ ബോഡിയാണ് നമ്മളെന്തോ പറയുന്നത് വിസറൽ മാസ്. അപ്പോൾ അതിൻ്റെ വാൾ, അതിൻ്റെ ഭിത്തിയാണ്, ബോഡി വാളാണ് ഏത്? മാൻഡിൽ എന്ന് പറയുന്നത്. മെംബ്രെയിൻ കവർ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ സ്പേസ് ബിറ്റ്വീൻ ഹമ്പ് ആൻഡ് മാൻഡിൽ ഈസ് കാൾഡ് മാൻഡിൽ ക്യാവിറ്റി. അപ്പോൾ ഹമ്പ് അതായത് ബോഡി ആ മാസിനും അതുപോലെ തന്നെ മാൻഡിലിനും, മാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും ബോഡി വാൾ, അതിന് രണ്ടിനും ഇടയ്ക്കുള്ള ആ സ്പേസിനാണ് മാൻഡിൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാൻഡിലാണ് എന്തോ സെക്രീറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഷെല്ല് സെക്രീറ്റ് ചെയ്യുന്നത്. കാൽക്കേരിയസ് ഷെൽ സെക്രീറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ആരാണ്? മാൻഡിൽ എന്ന് പറയുന്ന ഭാഗമാണ് കാൽക്കേരിയസ് ഷെൽ സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഓർഗനാണ് റാഡുല എന്ന് പറയുന്നത്. അപ്പോൾ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗനാണ്, ഫീഡിങ് ഓർഗനാണ്. അപ്പോൾ ആഹാരം കഴിക്കുന്നതിനൊക്കെ സഹായകരമായിട്ടുള്ള അതിൻ്റെ ഒരു ഓർഗനാണ് ഏത്? റാഡുല എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കൈറ്റിനസ് ടീത്തും ഒക്കെ ഉണ്ട്, കട്ടിങ് ആഹാരമൊക്കെ മുറിക്കുന്നതിനുമൊക്കെ സഹായകരമാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫീഡിങ്. അപ്പോൾ ആഹാരം കഴിക്കുന്നതിന് വളരെ സഹായകരമായിട്ടുള്ള എൻ്റെ ഒരു ഓർഗനാണ് ഏത്? റാഡുല. അപ്പം മാൻഡിലും റാഡുല അതൊക്കെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ്. അതുപോലെ തന്നെ ഫെദർ ഗിൽസ് എക്സ്ക്രീഷനും റെസ്പിറേഷനും സഹായകരമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ പ്രധാനമായിട്ടും നിങ്ങൾ ഓർമ്മയിരിക്കണം മൊളസ്കയെക്കുറിച്ച് പഠിക്കുന്ന അവസരത്തിൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ പ്രധാനമായിട്ട്. അടുത്തത് ഈ ഫൈലത്തിലെ എക്സാമ്പിൾ പറയുകയാണ്. ഒന്ന് ഫൈലയാണ്, പിന്നെ പേൾ ഓയിസ്റ്റർ, സെപ്പിയ, സ്ക്വിഡ്, ഡെവിൾ ഫിഷ്, ദെൻ സീ ഹെയർ, ഡെൻഡാലിയം, ദെൻ കൈറ്റൺ. ഇതൊക്കെ ഈ ഫൈലത്തിൽ വരുന്ന ചില എക്സാമ്പിളാണ്. അപ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസും ഉണ്ട് ഈ പറയുന്ന ജീവികളെ കൊണ്ട്. പേൾ ഓയിസ്റ്റർ, അതിൽ നിന്ന് ലഭിക്കുന്ന മുത്ത് ഇപ്പോൾ വ്യവസായികമായിട്ട് വളരെ കൊമേഴ്സ്യലായിട്ട് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഓർണമെൻറ്റ്സിൻ്റെ നിർമ്മാണത്തിനൊക്കെ സഹായകരമാണ്. അതായത് ആഭരണങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് ഈ പേൾ ഓയിസ്റ്ററിൽ നിന്ന് ലഭിക്കുന്ന മുത്ത് സഹായിക്കുന്നു. പിന്നെ ഈ ഫൈലത്തിൽ വരുന്ന പല ജീവികളും എഡിബിളാണ്. എഡിബിളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാൻ കൊള്ളാവുന്നവയാണ്. കണവ, കക്ക എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അതെല്ലാം ഈ ഫൈലത്തിൽ വരുന്ന ഓർഗാനിസംസാണ്. അപ്പം ഈ ഫൈലത്തിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് നമുക്ക് ഒന്നുകൂടെ പറയാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം നമ്മൾ പറയുകയുണ്ടായി. പിന്നീട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? ബോഡി അൺസെഗ്മെൻറ്റഡ് ആണ്. പിന്നെ പ്രധാന ഭാഗങ്ങൾ ഹെഡ്, മസ്കുലാർ ഫൂട്ട്, വിസറൽ ഹമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. വിസറൽ മാസ് എന്നും അറിയപ്പെടും.
അതിൻ്റെ ബോഡി വാൾ ആണ്, ഇതൊരു മെംബ്രെയിൻ ആണ് എന്ത് പറഞ്ഞത് നമ്മൾ മാൻഡിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ ഫോംസ് എ മാൻഡിൽ ഓവർ ദി വിസറൽ ഹം. അപ്പോൾ സ്പേസ് ബിറ്റ്വീൻ ഹംപ് ആൻഡ് ദി മാൻഡിൽ ഈസ് കോൾഡ് മാൻഡിൽ ക്യാവിറ്റി. അപ്പോൾ അവിടെയാണ് ഏത് കാണപ്പെടുന്നത്? ഫെദർ ഗിൽസ് കാണപ്പെടുന്നത്. ഫെദർ ഗിൽസിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ്? എക്സ്ക്രീഷൻ ആൻഡ് റെസ്പിറേഷൻ, 2 ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ സെൻസറി ഓർഗൻ എന്ന് പറയുമ്പോഴത്തേക്കും സെൻസറി ടെൻഡക്കിൾസ് ആണ്. പിന്നീട് നമ്മൾ പഠിച്ചത് മൗത്ത് കണ്ടെയ്ൻസ് എ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ. ഇതായിരുന്നു എൻ്റെ ഫങ്ഷൻ. ഫീഡിങ്ങിന് സഹായിക്കുന്നതാണ്, ആഹാരം കഴിക്കുന്നതിനൊക്കെ സഹായകമാണ്. ഹൈറ്റിനസ് ടീത്തും ഒക്കെ ഉള്ളതാണ്. എൻ്റെ പേരെന്തായിരുന്നു? റാഡുല എന്നാണ്. അതുപോലെ തന്നെ ഈ ഫൈലം സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ്. അപ്പോൾ വളരെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പല ഓർഗാനിസംസ് എഡിബിളാണ്, നമുക്ക് കഴിക്കാൻ കൊള്ളാവുന്നവയാണ്. പിന്നെ പേൾ ഓയിസ്റ്ററിനെ പോലുള്ളതൊക്കെ ഓർണമെൻറ്റ്സ് അതിൽ നിന്ന് ലഭിക്കുന്ന പേൾ ഓർണമെൻറ്റ്സിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കും. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അടുത്ത ഫൈലം എക്കേനോഡെർമേറ്റയെ കുറിച്ചാണ്. ദീസ് അനിമൽസ് ഹാവ് ആൻ എൻഡോസ്കെലട്ടൺ ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾസ്. അപ്പോൾ ഈ ഫൈലത്തിൽ വരുന്ന ജീവികൾക്ക് അവിടെ എൻഡോസ്കെലട്ടൺ കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ച ഓസിക്കിൾസ് കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ഫൈലത്തിന് എക്കേനോഡെർമേറ്റ എന്ന പേര് വരാൻ കാരണം. അതുകൊണ്ട് ഇവയെ സ്പൈനി ബോഡീഡ് അനിമൽസ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഓർമ്മയിലിരിക്കുക. അപ്പോൾ എക്കേനോഡെർമേറ്റ ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്പൈനി ബോഡീഡ് അനിമൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ അവരുടെ ക്യാരക്ടേഴ്സിലേക്ക് പോവുകയാണ്. ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ സിസ്റ്റം ലെവലാണ്. സിമട്രി, റേഡിയൽ സിമട്രി ഉള്ളവരുമുണ്ട്, ബൈലാട്രൽ സിമട്രി ഉണ്ട്. അതായത് അഡൽട്ട് റേഡിയൽ സിമട്രി ആണെങ്കിൽ അവരുടെ ലാർവ ബൈലാറ്ററൽ സിമട്രി ആയിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് സ്റ്റാർ ഫിഷിനെ വേണമെങ്കിൽ പറയാം. സ്റ്റാർ ഫിഷിനെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അഡൽട്ട് പെൻഡാമറസ് റേഡിയൽ സിമിട്രിയാണ്. 5 ഈക്വൽ ഹാഫാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. പക്ഷേ അതിൻ്റെ ലാർവയെ സംബന്ധിച്ചിടത്തോളം ബൈലാറ്ററൽ സിമെട്രിയുമാണ്. പിന്നെ ജേം ലേയേഴ്സ് ആണെങ്കിൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. 3 ജേം ലേയേഴ്സ് ഉണ്ട്: എക്ടോഡോം, എൻഡോഡോം, മിസോഡോം. അപ്പോൾ സീലോം പറയുകയാണെങ്കിൽ സീലോമേറ്റ് ആണ്. ഹാബിറ്റാറ്റ് എങ്ങനെയാണ്? മറൈനാണ് പ്രധാനമായിട്ടും, സമുദ്രത്തിലാണ് ഇവർ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഈ സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് നമ്മൾ കണ്ടത്. സ്പൈനി ബോഡിയുടെ അനിമൽസാണ്, ഓർഗൻ സിസ്റ്റം ലെവലാണ്. അപ്പോൾ ലാർവ ബൈലാറ്ററലാണ്, അഡൽട്ട് റേഡിയൽ സിമെട്രിയാണ്. പിന്നെ ട്രിപ്ലോബ്ലാസ്റ്റിക് സീലോമേറ്റ് ആണ്, എക്സ്ക്ലൂസീവ്ലി മറൈൻ ഓർഗാനിസം. ഇനി അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. പിന്നെ വെൻട്രൽ മൗത്ത് ആൻഡ് ഡോർസൽ ഏനസ്. ഓർമ്മയിരിക്കുക, മൗത്ത് ഏത് സൈഡാണ്? വെൻട്രൽ സൈഡിലാണ്. ഏനസ് എവിടെയാണ്? ഡോർസൽ ഭാഗത്തുമാണ് കാണപ്പെടുന്നത്. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. ഡെർമൽ ബ്രാങ്കിയ അല്ലെങ്കിൽ സ്കിൻ ഗിൽസ് ഓർ പാപ്പിലി ഉണ്ടായിരിക്കും. പിന്നെ ട്യൂബ് ഫീറ്റ്, ഇതൊക്കെ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ടവയാണ്. സർക്കുലേറ്ററി സിസ്റ്റം റെഡ്യൂസ്ഡ് ആണ്, ഓപ്പൺ ടൈപ്പ് ആണ്. റീപ്രൊഡക്ഷൻ ഡൈഷ്യസ് ആണ്, സെക്സസ് സെപ്പറേറ്റ് ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. ഇവയ്ക്ക് ഒരു സീലിയേറ്റഡ് ഫ്രീ സ്വിമ്മിങ് ലാർവ കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ സ്ലൈഡിൽ പറയുന്ന ക്യാരക്ടേഴ്സ്. അടുത്ത നമ്മൾ ഈ ഫൈലം എക്കേനോഡെർമേറ്റയുടെ യുണീക്ക് ഫീച്ചേഴ്സിലേക്ക് പോവുകയാണ്. ദേ ഹാവ് ആൻ എൻഡോസ്കെലട്ടൺ ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ഫൈലം തുടങ്ങിയപ്പോൾ മുതൽ പറഞ്ഞതാണ്. ഏതാണ്? സ്പൈനി ബോഡിഡ് അനിമൽസ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. അപ്പോൾ അതൊരു യുണീക്ക് ഫീച്ചറായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രസൻസ് ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾസ്, അതുകൊണ്ട് അവയെ സ്പൈനി ബോഡിഡ് അനിമൽസ് എന്നറിയപ്പെടുന്നു. ഹെഡ് ആബ്സെൻ്റ് ആണ്. മറ്റൊരു യുണീക്ക് ഫീച്ചറാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെൻറ്റുമാണ്. അപ്പോൾ കാൽക്കേരിയസ് ഓസിക്കിൾസും വാട്ടർ വാസ്കുലാർ സിസ്റ്റവും ഈ ഫൈലത്തിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സിൽ വരുന്നവയാണ്. അപ്പോൾ ഈ ഫൈലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ദറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് അംബുലാക്രൽ സിസ്റ്റം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇൻ ദിസ് സിസ്റ്റം സീ വാട്ടർ എൻറ്റേഴ്സ് ത്രൂ എ പോറസ് പ്ലേറ്റ് കോൾഡ് മാഡ്രീഡ് പോറൈറ്റ്.
അപ്പോൾ ഇത് സമുദ്രത്തിലാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിലേക്ക് വാട്ടർ പ്രവേശിക്കുന്ന എവിടെ വഴിയാണ്? പോറസ്, സുഷിരങ്ങളുള്ള ഒരു പ്ലേറ്റ് ഉണ്ട്. അതിന് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മാഡ്രി പോറൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിൻ്റെ റീസ്റ്റേഴ്സ് റേഡിയേറ്റിംഗ് കനാൽ. അപ്പോൾ 5 ആംസ് ഉണ്ട്. അപ്പോൾ അതിന് ഉള്ള ഓരോ റേഡിയേറ്റിംഗ് കനാലിലേക്കും വാട്ടർ പ്രവേശിക്കുകയാണ്. പിന്നെ ട്യൂബ് ഫീറ്റും ഉണ്ട്. പോഡിയ എന്ന പേരിലും അതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ഈ വാട്ടർ ഈ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇൻ ദി സിസ്റ്റം വാട്ടർ എൻറ്റേഴ്സ് ത്രൂ എ പോറസ് പ്ലേറ്റ് കോൾഡ് മാഡ്രി പോറൈറ്റ് ആൻഡ് റീച്ചേഴ്സ് ദി റേഡിയേറ്റിംഗ് കനാൽ ആൻഡ് ട്യൂബ് ഫീറ്റ്, ദാറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് പോഡിയ. ഇനി എന്താണ് ഈ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്നാണ് നിങ്ങൾ അറിയേണ്ടത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ലോക്കോമോഷനാണ്. അപ്പോൾ അതിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ സഹായം വേണം. മറ്റൊന്ന് റെസ്പിറേഷനാണ്. അപ്പോൾ ശ്വസനത്തിന് സഹായിക്കുന്നുണ്ട് ഈ സിസ്റ്റം. മറ്റൊന്ന് ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് എക്സ്ക്രീഷൻ. അപ്പോൾ ആഹാരം എടുക്കുന്നതിനും അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നിർവഹിക്കുന്നതിനും ഒക്കെ ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റം എക്കൈനോഡെർമ്സിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ലോക്കോമോഷൻ, റെസ്പിറേഷൻ, പിന്നെ ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് എക്സ്ക്രീഷൻ. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഏത് സിസ്റ്റം സഹായിക്കുന്നു? വാട്ടർ വാസ്കുലാർ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അടുത്തത് ഈ ഫൈലത്തിൽ വരുന്ന എക്സാമ്പിളാണ്. എക്കൈനോഡെർമേറ്റിൽ വരുന്ന എക്സാമ്പിൾ ഒന്ന് ആസ്റ്റേറിയസ് ആണ്, അതായത് സ്റ്റാർ ഫിഷ്. മറ്റൊന്ന് എക്കൈനസ്, അതായത് സീ അർച്ചിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റൊന്ന് ആൻറ്റിഡൺ ആണ്, സീ ലില്ലി ഇതിനകത്ത് വരുന്നതാണ്. മറ്റൊന്ന് കുക്കുമേറിയ, അതായത് സീ കുക്കുംബർ. അനദർ വൺ ദാറ്റ് ഈസ് ഓഫ്യൂറ, ദാറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ബ്രിട്ടിൽ സ്റ്റാർ. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിളൊക്കെ ഈ ഫൈലത്തിൽ വരുന്നവയാണ്. അപ്പോൾ ഈ ഫൈലത്തിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്നുകൂടെ പറയാം. കോമൺ ആയിട്ട് ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്പൈനി സ്കിന്ന് അനിമൽസ് എന്ന, അല്ലെങ്കിൽ സ്പൈനി ബോഡീഡ് അനിമൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം എന്താണ്? പ്രസൻസ് ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾസ്. അപ്പോൾ ബൈലാറ്ററൽ സിമെട്രിയാണ് അവരുടെ ലാർവ. പക്ഷേ അതിൻ്റെ അഡൽട്ട് എങ്ങനെയായിരിക്കും? റേഡിയൽ സിമെട്രിയുമാണ്. ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. ഇപ്പോൾ മൗത്ത് എവിടെ കാണപ്പെടുന്നു? ലോവർ സൈഡ്, അതായത് വെൻട്രൽ സൈഡിലാണ്. ഏനസ് അപ്പർ സൈഡിൽ, അതായത് ഡോർസൽ സൈഡിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്താണ്? യുണീക്ക് ഫീച്ചർ പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ്. ഫങ്ഷൻ പഠിച്ചു വയ്ക്കണം. എന്താണ്? ലോക്കോമോഷൻ, ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് റെസ്പിറേഷൻ. ഇവയ്ക്ക് പ്രത്യേകിച്ച് എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്. റീപ്രൊഡക്ഷൻ സെക്ഷലാണ്. ഫെർട്ടിലൈസേഷൻ സാധാരണഗതിയിൽ എങ്ങനെയാണ്? എക്സ്റ്റേണലാണ്. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. ഒരു ഫ്രീ സ്വിമ്മിങ് ലാർവൽ സ്റ്റേജും ഒക്കെ ഉണ്ട്. ഇപ്പോൾ സ്റ്റാർ ഫിഷ് പോലുള്ള ഓർഗാനിസംസ് ഒക്കെ വരുന്ന ഒരു ഫൈലമാണ് ഏത്? എക്കൈനോഡെർമേറ്റ.